ഹായ് ഫ്രണ്ട്സ്, Windowedu.in സ്വാഗതം. ഏരിയ, പരപ്പളവ് അഥവാ വിസ്തീർണം, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏറെ പേരെ കുഴക്കുന്ന ഒന്നാണ്. പക്ഷേ കൺസെപ്റ്റ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണമുണ്ടെന്ന് കരുതുക. അതിന് 6 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണമാണെന്ന് കരുതുക. ഈ കാർഡ്ബോർഡ് കഷ്ണത്തിൽ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള എത്ര ചതുര കഷ്ണങ്ങളുണ്ടാകും? നീളത്തിൽ ഇത് 6 മീറ്ററാണ്. അതുകൊണ്ട് നീളത്തിൽ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6. വീതിയിലോ 1, 2, 3. അപ്പം നീളത്തിൽ 6 കഷ്ണങ്ങളുണ്ട്. അങ്ങനെ 3 നിരകളുണ്ട്. സോ 6 × 3, 6 × 3, 18 ചതുര കഷ്ണങ്ങളാണ്, റെക്റ്റാങ്കിൾസ് ആണ് ഇതിലുള്ളത്. എത്ര മീറ്റർ നീളവും എത്ര മീറ്റർ വീതിയുമുള്ളത്? 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും. ഞാൻ ഈ ചതുരത്തെ 2 കഷ്ണങ്ങളാക്കുകയാണ്. ഈ റെക്റ്റാങ്കിളിനെ 2 കഷ്ണങ്ങളാക്കുകയാണ്. അതിൻ്റെ ഒരു ശീർഷത്തിൽ നിന്ന്, ഒരു വെർട്ടക്സിൽ നിന്ന് മറ്റൊരു വെർട്ടക്സിലേക്ക്, ഓപ്പോസിറ്റ് വെർട്ടക്സിലേക്ക്, എതിർ ശീർഷത്തിലേക്ക് ഒരു വര വരയ്ക്കുകയാണ്. ഇപ്പോൾ 2 ത്രികോണങ്ങളായി മാറും. ഏത് ത്രികോണങ്ങൾ? മട്ട ത്രികോണങ്ങൾ. ഈ മട്ട ത്രികോണത്തിൽ ആദ്യത്തേതിനെ ഞാൻ ക്ലോക്ക് വൈസിൽ 180 ഡിഗ്രി തിരിച്ചു. ഇപ്പം നോക്കൂ, 2 ത്രികോണങ്ങളുണ്ട്. രണ്ടും നോക്കുമ്പോൾ ഒരേ വലിപ്പമാണ്. ഈ ത്രികോണത്തെ തന്നെ നോക്കുമ്പോൾ നേരത്തെ ഞാൻ എടുത്ത 6 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പകുതിയാണ് ഈ 2 ത്രികോണങ്ങൾ. 18 മീറ്റർ സ്ക്വയർ ആയിരുന്നു നേരത്തെ ത്രികോണത്തിൻ്റെ വിസ്തീർണം. അതിൻ്റെ പകുതിയാണ് ഈ ത്രികോണങ്ങളുടെ വിസ്തീർണം. 18ൻ്റെ പകുതി 9. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഇതിൻ്റെ നീളം ഏതാണ്? നമുക്ക് h ആണെന്ന് എടുക്കുക, വീതി b ആണെന്നും എടുക്കുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വിസ്തീർണം b × h ആണ്. പക്ഷെ അതിൻ്റെ പകുതിയാണ് മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ ഹാഫ് BH അഥവാ ഹാഫ് × 6 × 3, ഹാഫ് × 18 = 9.